Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. ലാസ്റ്റ് ഇയേഴ്സിൻ്റെ 2023 പ്രൊജക്റ്റ് മാനേജ്മെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ 2 മണിക്കൂറാണ് എക്സാം ടൈം ഉള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. 12 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് കൺസോർഷ്യം ലെൻഡിങ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ലോൺ സിൻഡിക്കേഷനും കൺസോർഷ്യം ലെൻഡിങ്ങും. അതിൽ ഒരു പാർട്ട് മാത്രം എടുത്തിട്ടാണ് അവർ 2 മാർക്കിനായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് മെൻറ്റ് ബൈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഒരു പ്രൊജക്റ്റിനെ നമ്മൾ ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ അനലൈസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ വരുന്ന ഒരു അനാലിസിസ് ആണ്. അതിൻ്റെ കോസ്റ്റും നമ്മളതിലേക്ക് ഇറക്കുന്ന എത്രത്തോളം പൈസയും അത് ഇറക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കതിൽ നിന്ന് കിട്ടാവുന്ന ബെനിഫിറ്റും തമ്മിലൊരു കമ്പാരിറ്റീവ് സ്റ്റഡി അല്ലെ അനാലിസിസ് ആണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് DPR അല്ലെങ്കിൽ EIA എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് മെൻറ്റ് ബൈ പ്രൊജക്റ്റ് ഇവാലുവേഷൻ. എന്തിനാണ് പ്രൊജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്? ഒരു പ്രൊജക്റ്റിനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്, ഏതൊക്കെ മെത്തേഡിൽ ഇവാലുവേഷൻ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മെൻ ബൈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് പ്രൊജക്റ്റിനെ നമുക്ക് മാനേജ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ട എന്നുള്ള ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ ഫീസിബിലിറ്റി. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഫീസിബിലിറ്റി സ്റ്റഡീസ് എന്തായിരുന്നു. വാട്ട് ഡു യു മീൻ ബൈ ഫീസിബിലിറ്റി സ്റ്റഡി എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ ഒരു കാര്യം അവിടെ വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, ഫീസിബിലിറ്റി സ്റ്റഡി എന്താണെന്നുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് പ്രൊജക്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് എന്നാണ് ചോദിച്ചത്. ഇവിടെ അത് പ്രൊജക്റ്റ് എന്നൊരു വേർഡ് ഒഴിവാക്കി റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, പ്രൊജക്റ്റിൻ്റെ ഡിസൈൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിസൈൻ കൊണ്ട് പ്രൊജക്റ്റ് എങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിൽ ഡിസൈൻ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം എന്നുള്ള പോയിന്റുകളൊക്കെയാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മെൻറ്റ് ബൈ ബ്രേക്ക് ഈവൺ പോയിൻ്റ്. എന്തിനാണ് ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതതിൻ്റെ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യങ്ങളാണ് ബ്രേക്ക് ഈവൺ പോയിൻ്റൊക്കെ. എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിൻ്റെ നമ്മൾ അനലൈസ് ചെയ്യണത്, അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ കോസ്റ്റും അത് പ്രോഫിറ്റൊക്കെ ഒന്നിച്ച് എത്തുന്ന ആ ഒരു പോയിൻ്റാണ് അവിടെ. നോ പ്രോഫിറ്റ് നോ ലോസ് എന്നാണ് നമ്മൾ പറയുക, എക്കണോമിക്സിലൊക്കെ പഠിച്ച പോയിന്റുകളാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ബ്രേക്ക് ഈവൻ പോയിൻ്റ് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി എത്ര കോസ്റ്റ് വന്നോ ആ കോസ്റ്റ് കഴിഞ്ഞ് വരുന്ന ഓരോ എമൗണ്ട് നമുക്ക് എന്താണ് അത് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിനെ തന്നെയാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ടെക്നിക്കാണ് അല്ലേ, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്നൊക്കെ ഇവിടെ പറയും, 2 തരത്തിലും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അതിൻ്റെ കോസ്റ്റ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞെങ്കിൽ ടേം ലോൺസ് എന്താണ്. അപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ടേം ലോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എങ്ങനെ ഒരു പ്രൊജക്റ്റിന് ഫിനാൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഫണ്ട് റേസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്, ലോൺസ് തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഫണ്ട് റേസ് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം ഇക്വിറ്റി ഷെയർസും അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസും ഡെറ്റുകളും അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഡിബഞ്ചേഴ്സ് ഇറക്കാം, അതേപോലെ തന്നെ നമുക്ക് ബോണ്ടുകൾ ഇറക്കാം. പിന്നെ അതിൽ വരുന്നതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ ടേം ലോൺസുകൾ നമുക്ക് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് വാങ്ങാം പുതിയൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. ടേം ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ടേമും ഉണ്ട്, ലോങ് ടേം ലോണുകളും അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഫോർമൽ അഗ്രിമെൻറ്റിൻ്റെ ബേസിസിലാണ്. ബോറോവറും ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനും ആരാണോ തരുന്നത് അവർ തമ്മിലൊരു അഗ്രിമെൻറ്റ് ബേസിലാണ്. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സഡ് ആയിരിക്കും, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൾ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയ സെക്യൂരിറ്റി, പിന്നെ മറ്റുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെയാണ് ടേം ലോൺസിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഡെഫേർഡ് ക്രെഡിറ്റും പബ്ലിക് ഡെപ്പോസിറ്റും അൺസെക്യൂർഡ് ലോൺസും
ലീസ് ഫിനാൻസിങ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു കാര്യം ലോൺ സിൻഡിക്കേഷൻ, അതിൻ്റെ പ്രോസസ്സ്, അഡ്വാൻറ്റേജ്, കൺസോർഷ്യൻ ലെൻഡിങ്, അതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് ചോദിക്കുന്നത് ഷെഡ്യൂൾ കൺട്രോൾ, എങ്ങനെയാണ് അത് ഷെഡ്യൂൾ, ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. എന്താണ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റിസോഴ്സസ് ഓരോ ആക്ടിവിറ്റിക്കും, പ്രൊജക്റ്റിൻ്റെ ഓരോ ആക്ടിവിറ്റിക്കും ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഷെഡ്യൂളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ, നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ സമയത്തും കറക്റ്റായിട്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള റിസോഴ്സുകൾ എത്തിയിട്ടുണ്ടോ, അതേപോലെ തന്നെ അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രൊജക്റ്റ് ഫോർമുലേഷനാണ്. പ്രൊജക്റ്റ് ഫോർമുലേഷൻ പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ഐഡിയയിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊജക്റ്റ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ആശയങ്ങൾ പല സോഴ്സുകളിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഓരോ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ സെലക്ട് ചെയ്ത് ആ സെലക്ട് ചെയ്തതിനനുസരിച്ച് അതിൻ്റെ ബെനിഫിറ്റും അതേപോലെ തന്നെ അതിൽ വരുന്ന റിസ്ക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ആണ് നമ്മളത് തീരുമാനിക്കണം. ആ പ്രൊജക്റ്റ് വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ. അപ്പോൾ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്റ്റ് ഡിസൈൻ, പ്രൊജക്റ്റ് ഫോർമുലേഷൻ, ഫീസിബിലിറ്റി സ്റ്റഡി, അതേപോലെ തന്നെ ഫിനാൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഇവിടെ ആദ്യത്തെ ഒരു സെക്ഷനിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പ്രൊജക്റ്റ് അപ്രൈസൽ, എങ്ങനെയൊക്കെയാണ് ഒരു പ്രൊജക്റ്റിന് നമ്മൾ അപ്രൈസൽ നടത്തേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ്. കൃത്യമായിട്ട് ഒരു എങ്ങനെയൊക്കെയാണ് ഫണ്ടുകൾ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത്, എങ്ങനെ അത് മോണിറ്റർ ചെയ്യണം, എങ്ങനെ അതിനെ പ്രൊജക്റ്റ് കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഫോർ പ്രൊജക്റ്റ് ഫിനാൻസിങ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എസ്സേയിൽ ചോദിച്ചതായിരുന്നു എന്താണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, എത്ര തരത്തിലുണ്ട്, അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രൊജക്റ്റ് ഫിനാൻസിങ് ഡിഫറെൻറ്റ് സോഴ്സുകൾ ഏതാണെന്ന് അവിടെ എസ്സേ ചോദിച്ചു. പക്ഷേ ഇവിടെ രണ്ടാമത്തെ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രൊജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അപ്രൈസലും അതേപോലെ തന്നെ അതിന് വേണ്ട സോഴ്സുകളും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ പ്രൊജക്റ്റ് ഡയറി, എന്തിനാണ് പ്രൊജക്റ്റ് ഡയറി എന്ന് പറയുന്നത്, ഇതിൻ്റെ ബെനിഫിറ്റും അഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പെർട്ടും CPM തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് സെക്ഷനിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ 7 ക്വസ്റ്റ്യൻ 5 മാർക്ക് വീതമാണ് 35. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം സീലിംഗ് അവിടെ 30 മാർക്ക് വരെയാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ പ്രൊജക്റ്റ് ഡയറി എന്താണ്, അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും. എന്താണ് പ്രൊജക്റ്റ് ഡയറി എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എഴുതി അതിൻ്റെ വിലയിരുത്താൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജ് എന്താ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ പെർട്ടും CPM ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്താണ് പെർട്ട്, എന്താണ് CPM എന്നുള്ളത്. ഇപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ലൈഫ് സൈക്കിളിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണ്. പ്രൊജക്റ്റ് ലൈഫ് സൈക്കിളിൽ എത്ര സ്റ്റേജുകളുണ്ട്, ഓരോ സ്റ്റേജും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എസ്സേ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ പ്രൊജക്റ്റ്, എന്താണ് പ്രൊജക്റ്റ്, വേരിയസ് ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റ്, പ്രൊജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആ എസ്സേ ക്വസ്റ്റ്യൻ ഇവിടെ റിപ്പീറ്റ് ചെയ്തു.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ വാട്ട് ഡു യു മീൻ ബൈ പ്രൊജക്റ്റ് റിപ്പോർട്ട്? എന്തിനാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞത്? ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ വേണ്ടതായിട്ടുള്ള കണ്ടന്റുകൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന ആ സ്ട്രക്ചർ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും വളരെ സാധ്യത കൂടിയ ഒരു പാർട്ട് തന്നെയാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം അത് വരുന്നൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു മോഡൽ നമുക്കവിടെ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കുക. എക്സാം സമയത്ത് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ അത് 5 മാർക്കും 2 മാർക്കും എസ് ഒക്കെ ആണെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഒപ്പം തന്നെ അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന പോയിന്റുകളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ എത്തിക്കണമെങ്കിൽ മാക്സിമം അത് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്